ഗുഡ് മോർണിംഗ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോളിഡ് സ്റ്റേറ്റിലെ സോളിഡ്സിൻ്റെ ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ്. നമുക്കറിയാം സോളിഡ്സ് എന്നല്ല, ഈ പ്രപഞ്ചത്തിൽ നേച്ചറിലുള്ള എല്ലാ സബ്സ്റ്റൻസസും അനേകം പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. പാർട്ടിക്കിൾസ് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. മോളിക്യൂൾസ്, ആറ്റംസ്, അയോൺസ് എന്നിവയാണ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സോളിഡ്സിൽ ഈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ബിൽഡ് ചെയ്തിട്ട് ഓരോ സ്ട്രക്ചേഴ്സായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് ക്ലോസ് പാക്കിംഗ് നോക്കാം. ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സിൽ ക്ലോസ് പാക്കിംഗ് ഇൻ വൺ ഡയമെൻഷൻ. എന്താണ് ഡയമെൻഷൻ? നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. എക്സ് എന്ന കോർഡിനേറ്റിൽ മാത്രം വരുന്നതിനെയാണ് വൺ ഡയമെൻഷൻ എന്ന് പറയുന്നത്. രണ്ട് കോർഡിനേറ്റ്സ് വരികയാണെങ്കിലോ, എക്സും വൈയും വരികയാണെങ്കിൽ അതിനെ 2 ഡയമെൻഷൻ എന്ന് പറയും. ഇപ്പോൾ 3 എണ്ണം വരികയാണെങ്കിൽ അതിനെ 3 ഡയമെൻഷൻ എന്ന് പറയും. ഇപ്പോൾ 1 ഡയമെൻഷൻ ഒരു റോ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് നോക്കൂ, ഇത് 1 ഡയമെൻഷനാണ്. ഇതിൽ 3, 3, 6, 2, 8 സ്പിയേഴ്സ് ഉണ്ട്. ഈ സ്പിയേഴ്സ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ മോളിക്യൂൾസ്, ആറ്റംസ് അല്ലെങ്കിൽ അയോൺസിനെയൊക്കെ ഡെപ്പിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സ്പിയേഴ്സ് 1 ഡയമെൻഷൻ അല്ലേ. അപ്പോൾ ഈ ഡയമെൻഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ, ക്ലോസ് പാക്കിംഗ് പഠിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പഠിക്കണം. എന്താണത്? കോർഡിനേഷൻ നമ്പർ. എന്താണ് ഒരു കോർഡിനേഷൻ നമ്പർ? Number of nearest neighbors of a particle is called its coordination number. Number of nearest neighbors of a particle. ഒരു പാർട്ടിക്കിളിൻ്റെ ഏറ്റവും അടുത്തുള്ള അയൽപ്പക്കക്കാരുടെ എണ്ണത്തിനെയാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇത് നോക്കുക. ഈ സ്പിയറിൻ്റെ ഏറ്റവും അടുത്തുള്ള അയൽപ്പക്കക്കാർ ഈ 2 സ്പിയേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. മനസ്സിലായി? ഇപ്പോൾ കോർഡിനേഷൻ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ദ നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് കോൾഡ് കോർഡിനേഷൻ നമ്പർ. ഇൻ 1 ഡയമെൻഷൻ ദ കോർഡിനേഷൻ നമ്പർ ഈസ് 2. ക്ലിയർ? ഇനി ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എക്സും വൈയും വരും. കണ്ടോ? ഇത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഈ സ്പേസ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് വൈ ആയിട്ട് എടുക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ടല്ലേ ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എ എന്ന റോയിലുള്ള അതേപോലെ തന്നെയല്ലേ ഈ സെക്കൻഡ് റോയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയല്ലേ ഇതിലും. അപ്പോൾ ഇതെല്ലാം ഒരേപോലത്തെ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എ ടൈപ്പ് ഓഫ് ടൈപ്പ് റോ എന്ന് പറയാം, അല്ലെങ്കിൽ എ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയാം. ഇതിനെയാണ് അപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ നോക്കാം നമുക്ക്. ഇവിടെ മാർക്ക് ചെയ്തിരിക്കണ കണ്ടുവോ? ഒരു സ്ക്വയർ പോലെ അല്ലേ? ഈ സ്പിയറിൻ്റെ ചുറ്റും ഏതൊക്കെയാണ് അയൽപ്പക്കക്കാർ, നിയറസ്റ്റ് നൈബേഴ്സ് ആയിട്ട് ഇരിക്കുന്നത്? ഈ 4 സ്പിയേഴ്സ് അല്ലേ? ഇവയല്ലേ മുട്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ 4 സ്പിയേഴ്സാണ് അതിൻ്റെ നിയറസ്റ്റ് നൈബേഴ്സ്. അപ്പോൾ ആ സ്പിയറിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആണ്. എ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റിൽ ഒരു സ്പിയറിൻ്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ കോർഡിനേഷൻ നമ്പർ. 2 ഡയമെൻഷണൽ കോർഡിനേഷൻ നമ്പർ ഈസ് 4. ഇനി ഈ 4 നൈബറിങ് സ്പിയേഴ്സ് ആർ ജോയിൻഡ്. നമുക്ക് ആ നൈബേഴ്സിനെ ജോയിൻ ചെയ്താൽ നമുക്കൊരു സ്ക്വയർ കിട്ടും. അതുകൊണ്ട് ഈ പാക്കിങ്ങിനെ നമ്മൾ പറയുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്
എന്നാണ്. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഏത് ഡയമെൻഷനിൽ? സെക്കൻഡ് ഡയമെൻഷൻ 2 ഡയമെൻഷൻസിലുള്ള സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇനി ഇത് കണ്ടോ, ഇത് ഒന്നാമത്തേത് പോലെയാണോ? എ ടൈപ്പാണോ? അല്ല, ഒരു വ്യത്യാസമുണ്ട്. എ ടൈപ്പിൻ്റെ ഡിപ്രഷൻസിലാണ് ബി ടൈപ്പ് വെച്ചിരിക്കുന്നത്. കണ്ടോ, സെക്കൻഡ് റോയിലുള്ള സ്പിയേഴ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബി ടൈപ്പിൻ്റെ ഡിപ്രഷനിലാണ്, ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ കുഴികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബി ടൈപ്പിൻ്റെ ബി സ്പിയേഴ്സിൻ്റെ ഒക്കെ കുഴികളിലാണ് തേർഡ് റോയിലുള്ള എ ടൈപ്പിലുള്ള സ്പിയേഴ്സ് വെച്ചിരിക്കുന്നത്. തേർഡ് റോവും എ എന്ന് പറയുന്നു, ഫസ്റ്റ് റോവും എ എന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കാം? കാരണം അവ രണ്ടും സിമിലാരിറ്റി ഉണ്ട് അല്ലേ, സിമിലറാണ്. അതുകൊണ്ട് അത് രണ്ടിനെയും എ ടൈപ്പ് എന്ന് പറയുന്നു. സെക്കൻഡ് റോയും ഫോർത്ത് റോയും ഒരേപോലെയല്ലേ, അപ്പോൾ ഇതിനെ ബി ടൈപ്പ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് എ ബി ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ്. പക്ഷെ ഇത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണോ? അല്ല. നമ്മളൊരു നിയറസ്റ്റ് നൈബേഴ്സിനെ നോക്കുകയാണെങ്കിൽ, ഈ സ്പിയറിൻ്റെ ചുറ്റുമുള്ള നൈബേഴ്സിനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 അങ്ങനെ 6 എണ്ണം ഉണ്ട്. 6നെ നമ്മൾ മാത്സിലും അതുപോലെ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ 6 എന്ന് പറയുന്ന നമ്പർ എന്താണ്? ഹെക്സ അല്ലേ? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? ഒരു സ്പിയറിൻ്റെ ചുറ്റും എത്ര എണ്ണമാണ് അറ്റാച്ച് ചെയ്തിട്ട് ഇരിക്കുന്നത്? 6 എണ്ണം. അപ്പോൾ കോർഡിനേഷൻ നമ്പർ ഈസ് 6. ക്ലിയർ? ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീ സ്പേസ് ഏറ്റവും കൂടുതൽ ഏതിനാണ്? സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനല്ലേ. അതുപോലെ അപ്പോൾ ഫ്രീ സ്പേസ് കുറവുള്ളത് ഏതാണ്? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, അതായത് ബി ടൈപ്പ്. ഫിഗർ 1.14 ബി ആണ് ഫ്രീ സ്പേസ് കമ്മിയായിട്ടുള്ളത്, കുറവായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? ലെസ് ഫ്രീ സ്പേസ് ആൻഡ് മോർ എഫിഷ്യൻറ്റ് ആണ് എന്ത്? HCP ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ദാൻ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ക്ലിയർ? ഇനി ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ലെയർ അല്ല, ഒരു റോ അല്ല, ഒരു ലെയറുമല്ല, വളരെയധികം റോസും വളരെയധികം ലെയേഴ്സും ഉള്ള ഒരു ക്ലോസ് പാക്കിംഗ് ആണ് 3 ഡയമെൻഷൻ. അതായത് ഇപ്പോൾ XYZ എന്നുള്ള ആക്സിസ് വരുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാ റിയൽ സ്ട്രക്ചേഴ്സും 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ് എന്നാണ് പറയുന്നത്. റിയൽ സ്ട്രക്ചേഴ്സ് കേട്ടോ. ഈ 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഒരു പാർട്ടിക്കിൾ സ്പേസിലിരിക്കാൻ 3 പാരാമീറ്റേഴ്സ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് Z ആക്സിസ്. മാത്സ് പഠിച്ചവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ശരി, ഇനി എന്താണ് ഇവിടെ പറയുന്നതെന്ന് നോക്കാം. അതായത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലേയേഴ്സ്. അതാണ് ഒന്നാമത്തേത് പറയുന്നത്. അതായത് 2 ഡയമെൻഷനിൽ നമ്മൾ പഠിച്ചു, സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ച് പഠിച്ചു. സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലേയേഴ്സ് ഉപയോഗിച്ച് 3 ഡയമെൻഷൻ എങ്ങനെ ഉണ്ടാക്കാം, 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എങ്ങനെ പറയാമെന്നാണ് ഇവിടെ പറയുന്നത്. ഈ ചിത്രം ശ്രദ്ധിക്കുക. ഇതിൽ ഒരു റോ മാത്രമാണോ ഉള്ളത്? അല്ല, ഒന്നിലധികം റോസ് ഉണ്ട്. അതുപോലെ ആ റോസിൻ്റെ മേലെ ലേയേഴ്സ് ആയിട്ട് വളരെയധികം സ്പിയേഴ്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് 3 ഡയമെൻഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാം സിമിലറാണ്, എ ടൈപ്പിൻ്റെ തന്നെയാണ്
ഈ ക്ലോസ് പാക്കിംഗ് എല്ലാം ഒരേപോലെയാണ്. ഡിപ്രഷൻസിലൊന്നും അല്ല ഇത് വെച്ചിരിക്കുന്നത്, അതായത് കുഴികളിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്. ഒരു സ്പിയറിൻ്റെ മേലെ മറ്റൊരു സ്പിയർ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എ ടൈപ്പാണ് പാറ്റേൺ. ഇനി നമുക്ക് HCP ഡിപ്രഷനിൽ വയ്ക്കുന്ന കുഴികളിൽ വയ്ക്കുന്ന ക്ലോസ് പാക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. 3 ഡയമെൻഷനിലാണ് AB ടൈപ്പിൻ്റെ 3 ഡയമെൻഷൻ. ഇതാണ് AB ടൈപ്പിൻ്റെ 3 ഡയമെൻഷൻ. അതായത് ഒരു റോല് നമ്മൾ AB ടൈപ്പ് വെച്ചു, അതിൻ്റെ മേലെ അതിൻ്റെ ഡിപ്രഷനിലും ആയിട്ടൊക്കെ വേറൊരു AB ടൈപ്പ് വെച്ചു. ഈ ഡിപ്രഷൻ തന്നെയാണ് ഇവിടെ വോയിഡ്സ് എന്ന് പറയുന്നത്. കണ്ടു, ഇവിടെ 2 തരം വോയിഡ്സ് ഉണ്ട്. ഒന്ന് ടെട്രാഹീഡ്രൽ വോയിഡ്സും പിന്നെ ഒന്ന് ഒക്ടാഹീഡ്രൽ വോയിഡ്സ്. എന്താണ് ഒരു ടെട്രാഹീഡ്രൽ വോയിഡ്? ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ടൈപ്പിലുള്ള ഒരു സ്പിയറിൻ്റെ മേലെ വേറൊരു സ്പിയർ വെച്ചാൽ അത് ടെട്രാഹീഡ്രൽ ഹോൾ ആയിരിക്കും, അല്ലെങ്കിൽ വോയിഡ് ആയിരിക്കും. എക്സാമ്പിൾ ഈ ചിത്രം ശ്രദ്ധിക്കുക. ഇതൊരു ട്രയാങ്കിൾ ടൈപ്പ് ഓഫ് സ്പിയർ അല്ലേ, അതിൻ്റെ മേലല്ലേ റെഡ് കളറിലുള്ള ഒരു മറ്റൊരു സ്പിയർ വെച്ചിരിക്കുന്ന. ഈ തരത്തിൽ ഒരു വോയിഡ് വന്നാൽ അതിനെ ടെട്രാഹീഡ്രൽ വോയിഡ് എന്നാണ് പറയുക. ഇനി ഒക്ടാഹീഡ്രൽ വോയിഡ്. ഇവിടെ O എന്ന് കാണിച്ചിരിക്കുന്നതാണ് ഒക്ടാഹീഡ്രൽ വോയിഡ്, T എന്ന് കാണിച്ചിരിക്കുന്നതാണ് ടെട്രാഹീഡ്രൽ വോയിഡ്. ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള സ്പിയേഴ്സ് അടുക്കി വെച്ചിരിക്കുന്നത് ട്രയാങ്കിൾ ഷേപ്പിലാണ്. അതിൻ്റെ മേലെ മറ്റൊരു സ്പിയർ അതിൻ്റെ ഡിപ്രഷൻ കറക്റ്റായിട്ട് മാറ്റുന്ന രീതിയിൽ വയ്ക്കുന്നുവെങ്കിൽ അതിനെ ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നു. അതിന് എക്സാമ്പിളാണ് ഈ ഫിഗർ. ഇതാണ് ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ ഫിഗർ. ഇങ്ങനെ വരുന്ന വോയിഡ്സ് ആണ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ്. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇതാ മനസ്സിലായോ? ട്രയാങ്കുലർ വോയിഡ്സ്. ടെക്സ്റ്റിൽ എന്താണ് പറയുന്നത് നോക്കാം. 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്ഡ് ലെയർ A and placed similar above it such that spears of second layer are placed in the depression of first layer. Spears of 2 layers aligned differently. Let us call the second layer is B. അതൊക്കെ സെയിം തന്നെയാണ് പറയുന്നത്. ഇനി where is spear of second layer is above the void of first layer or vice versa, a tetrahedral void is formed. അതായത് ഇങ്ങനെയാണ് സ്പിയേഴ്സ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ ഹോൾ, അതിൻ്റെ നടുക്കുള്ള ഹോളിനെ നമ്മൾ ടെട്രാഹീഡ്രൽ വോയിഡ് എന്നാണ് പറയുന്നത്. ഒരിക്കലും പറയണോ? ഫസ്റ്റ് ലെയറിൻ്റെ മേലെ സെക്കൻഡ് ലെയർ വയ്ക്കുന്നു. സെക്കൻഡ് ലെയറിൽ ഒരു സ്പിയർ മാത്രം വയ്ക്കുകയാണെങ്കിൽ സ്പിയർ ഓഫ് സെക്കൻഡ് ലെയർ ഈസ് എബവ് ദ വോയിഡ് ഓഫ് ഫസ്റ്റ് ലെയർ. ഫസ്റ്റ് ലെയറിൻ്റെ വോയിഡിൻ്റെ മേലെ ഒരു സ്പിയർ വയ്ക്കുകയാണെങ്കിൽ ആ വോയിഡിനെ നമ്മൾ ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നു. ഇനി ഒക്ടാഹീഡ്രൽ വോയിഡ് എന്താണെന്ന് നോക്കാം. ട്രയാങ്കുലർ വോയിഡ്സ് ഇൻ ദ സെക്കൻഡ് ലെയർ ആർ എബവ് ദ ട്രയാങ്കുലർ വോയിഡ്സ് ഇൻ ദ ഫസ്റ്റ് ലെയർ. ഫസ്റ്റ് ലെയറിലുള്ള ട്രയാങ്കുലർ വോയിഡ്സിൻ്റെ മേലെ സെക്കൻഡ് ലെയറിൽ വേറൊരു ട്രയാങ്കുലർ വോയിഡ്സ് വെച്ചാൽ, അതായത് ട്രയാങ്കുലർ ഷേപ്സ് ഓവർലാപ്പ് ചെയ്യാത്ത തരത്തിൽ വെക്കുകയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? ഒക്ടാഹീഡ്രൽ വോയിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെട്രാഹീഡ്രൽ വോയിഡിൻ്റെയും ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെയും കോർഡിനേഷൻ നമ്പർ നോക്കാം. 1.17 എയിൽ രണ്ടും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടെട്രാഹീഡ്രൽ വോയിഡ്. ഈ നടുക്കുള്ള വോയിഡിൻ്റെ ചുറ്റും 4 ആറ്റംസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ, ടെട്രാഹീഡ്രൽ ഹോളിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ ഇവിടെ എണ്ണി നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. അപ്പോൾ ഒക്ടാഹീഡ്രൽ വോയിഡ്സിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ഇനി ഇതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. എത്ര ക്ലോസ് പാക്ഡ് സ്പിയേഴ്സ് ഉണ്ടോ അത്രയും തന്നെ ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ജനറേറ്റഡ് ഈസ് ഈക്വൽ ടു n. ഇനി എത്ര ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഉണ്ടോ അതിൻ്റെ ഇരട്ടി, ഡബിൾ ആയിരിക്കും ടെട്രാഹീഡ്രൽ വോയിഡ്സ്.
അതായത് ഇപ്പോൾ ഒക്ടാഹീഡ്രൽ വോയിഡ്സ് n ആണെങ്കിൽ ടെട്രാഹീഡ്രൽ വോയിഡ്സ് 2n ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി പ്ലേസിങ് തേർഡ് ലെയർ ഓവർ ദ സെക്കൻഡ് ലെയർ. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെക്കൻഡ് ലെയർ ഓവർ ദ ഫസ്റ്റ് ലെയർ. ആകെ 2 ലെയേഴ്സ് ആണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി 3 ലെയേഴ്സ്, അതിൽ കൂടുതൽ ഉള്ള ലെയേഴ്സിനെ കുറിച്ചും പഠിക്കാം. AB ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ഇല്ലേ, അതായത് വൺ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ and third layer again similar to that of first layer, that is AB എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ലെയറിലും A തന്നെയാണ് വരുന്നത്. എന്നാൽ അതിനെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നു. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ ഫേസ് സെന്റർഡ് ക്ലോസ് പാക്കിംഗ് ഇല്ലേ, സെക്കൻഡ് വൺ, അതിലെ മൂന്നാമത്തെ ലെയർ നോക്കൂ, C ഈസ് നോട്ട് സിമിലർ വിത്ത് A. ഫസ്റ്റ് ലെയറിലുള്ള അതിന് ഈക്വൽ അല്ല മൂന്നാമത്തെ ലെയറിലുള്ള C. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് അവിടെ C എന്ന് കൊടുത്തത്, A എന്ന് കൊടുക്കാത്തത്. അപ്പോൾ CCPയിൽ, അതായത് ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിൽ ABC ടൈപ്പ് ഓഫ് ക്ലോസ് പാക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം പറയാൻ പറ്റുക. അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ഇനി നോക്കൂ, ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ HCPയിൽ ആ റെഡ് കളറിൽ കൊടുത്തിട്ടില്ലേ, അതിന് ചുറ്റും എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 6 ഉണ്ട്. മേലെയും താഴെയോ 6 ഉണ്ട്. അപ്പോൾ 6 + 6 12 ആണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ. അതായത് ആ ആറ്റം, ആ പാർട്ടിക്കിളിന് ചുറ്റുമുള്ള നിയറസ്റ്റ് നൈബറിംഗ് പാർട്ടിക്കിൾസ് 12 ആണ്. അപ്പോൾ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ 12 ആണ്. അതേപോലെ തന്നെയാണ് CCP. HCPയെ പോലെ തന്നെയാണ് CCPയിലും കോർഡിനേഷൻ നമ്പർ. ഇതാണ് ഈ റെഡ് കളറിന് ചുറ്റും നോക്കുക. ഇതിൻ്റെ താഴെയില്ല, നമ്മൾ അതും കൂടെ സങ്കല്പിക്കുക. B പോലെ ഇവിടെ Cയും ഉണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ Cയും ഇവിടെ Bയും 3 3 6 ആയിരിക്കും. ഇതിന് ചുറ്റും 6 ആയിരിക്കും. അപ്പോൾ 6 + 6 12 ആണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ. ഇനി നമ്മൾ ഇത് നോക്കുമ്പോൾ CCPയും HCPയും, അതായത് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും ക്യൂബിക് ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ ഫേസ് സെന്റർഡ് ക്ലോസ് പാക്കിങ്ങും നോക്കുകയാണെങ്കിൽ അതിന് മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവും, മിനിമം വാക്കൻസി ആയിരിക്കും ഉണ്ടാവുക. അതായത് ഫ്രീ സ്പേസ് വളരെയധികം കുറവായിരിക്കും. ഹൈലി എഫിഷ്യൻ്റ് ആണ്. 74% സ്പേസ് ഇൻ ദ ക്രിസ്റ്റൽ ഈസ് ഫിൽഡ് എന്നാണ് പറയുന്നത്. കോർഡിനേഷൻ നമ്പർ ഈസ് 12. ഇപ്പം മനസ്സിലായില്ല. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ടെട്രാഹീഡ്രൽ വോയിഡ്സിനെ കവർ ചെയ്യുന്ന ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ മെഗ്നീഷ്യം സിങ്കോ ആണ് എന്ത് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ CCPയിലെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് CCPയിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ആണ് കോപ്പർ ആൻഡ് സിൽവർ. ഈ HCPയും CCPയും 3 ഡയമെൻഷനിൽ കോർഡിനേഷൻ നമ്പർ 12 ആണ്. ഹൈലി എഫിഷ്യൻ്റ് ആണ്. 74% ആണ് സ്പേസും 74% സ്പേസും ഫിൽഡ് ആയിട്ടാണ് കാണുന്നത്. ഇനി നമ്മൾ പഠിച്ചു, അതായത് ഒക്ടാഹീഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം തന്നെയാണ് നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് പാർട്ടിക്കിൾസിൻ്റെ. അതിൻ്റെ ഇരട്ടിയായിരിക്കും, ഡബിൾ ആയിരിക്കും എന്താണ് ടെട്രാഹീഡ്രൽ വോയിഡ്സിൻ്റെ എന്ന് പഠിച്ചു. പിന്നെ ഇവിടെ പറയുന്നത് അയണിക് സോളിഡ്സിൻ്റെ ക്ലോസ് പാക്കിംഗ് എടുക്കുകയാണെങ്കിൽ ബിഗർ അയോൺസായ ആനയോൺസ് ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ ഇൻവോൾവ് ചെയ്യും. അതിൻ്റെ സ്മാളർ അയോൺസായ കാറ്റയോൺസ് വോയിഡ്സിൽ ഒക്കുപ്പൈ ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാറ്റയോൺസ് സ്മോൾ ആണെങ്കിൽ ടെട്രാഹീഡ്രൽ വോയിഡ്സ് ആയിരിക്കും ഒക്കുപ്പൈ ചെയ്യുക. കാറ്റയോൺസ് ബിഗർ ആണെങ്കിൽ ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ആണ് ഒക്കുപ്പൈ ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ഒരു മോളിക്കുലർ ഫോർമുല ഉണ്ടാവുക എന്ന് നോക്കാം. മാത്രമല്ല ഇവിടെ പറയുന്നുണ്ട് നോട്ട് ഓൾ ഒക്ടാഹീഡ്രൽ ഓർ ടെട്രാഹീഡ്രൽ വോയിഡ്സ് ആർ ഒക്കുപ്പൈഡ്. എല്ലാ ഒക്ടാഹീഡ്രലും ടെട്രാഹീഡ്രൽ വോയിഡ്സും ഒക്കുപ്പൈ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ 2 elements X and Y. Atoms of the element Y
as anions make CCP and those of the element X occupy all the octahedral voids. What is the formula of the compound? X എന്ന് പറയുന്നത് കാറ്റയോണും Y എന്ന് പറയുന്നത് ആനിയോണുമാണ്. X octahedral void occupy ചെയ്യുന്നുണ്ട്, Y ആനിയോൺസ് ആണ്. അപ്പം നമ്മൾ പഠിച്ചു അയണിക് സോളിഡ്സിലെ ആനിയോൺസ് ആയിരിക്കും ക്ലോസ് പാക്ഡ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിന് ഈക്വൽ എന്ന് പഠിച്ചു. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. കാരണം എന്താ, ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. അപ്പോൾ എക്സ് ഈസ് ടു വൈ ഈസ് ഈക്വൽ ടു 1:1. അപ്പോൾ ഫോർമുല ഓഫ് കോമ്പൗണ്ട് ഈസ് ഈക്വൽ ടു എക്സ് വൈ. മനസ്സിലായോ? ഇനി ആറ്റംസ് ഓഫ് എലമെന്റ് ബി ഫോം HCP ലാറ്റിസ്. എക്സാമ്പിൾ 1.2 ആണ് പറയുന്നത് കേട്ടോ. ബി HCP ലാറ്റിസ് ഫോം ചെയ്യുന്നു. ദോസ് ഓഫ് എലമെന്റ് എ ഓക്കുപ്പൈ 2/3 of tetrahedral voids. What is the formula of the compound formed by the elements A and B? ഈ ചോദ്യം വരുമ്പോൾ നമുക്കൊരു ഡൗട്ടൊക്കെ വരും. എന്തായാലും പറയാം. എ 2/3 ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സ് ഓക്കുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ബി ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ആണ് ഓക്കുപ്പൈ ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാവുമ്പോൾ 2/3 × 2n ഈസ് ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ 2/3 × 2n bn എന്നാണ് നമുക്ക് അതിൻ്റെ ഫോർമുല വരിക. അപ്പോൾ എൻ എന്നും ക്യാൻസലാവും. 2 × 2/3 പറയുമ്പോൾ 4/3 വരും. അപ്പോൾ A 4/3 B എന്ന് പറയുന്നതിനെ നമുക്ക് ഇൻറ്റു ചെയ്യാം. ഇൻറ്റു 3 ചെയ്യുമ്പോൾ 2 × 2/3 1 എന്ന് പറയാം. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് ബിയിലോട്ട് പോകും. അപ്പോൾ A4B3 എന്നാണ് ആ ഫോർമുല ഉണ്ടാവുക. കോമ്പൗണ്ടിൻ്റെ ഫോർമുല A4B3 എന്നായിരിക്കും വരിക. താങ്ക് യു.